എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സമയദോഷങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ നമുക്കോ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്വയം തോന്നില്ല എന്ത് ചെയ്താലും നമുക്കത് ശരിയാകുന്നില്ല, അപ്പോൾ സമയദോഷമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞും കൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെന്ന് ആദ്യം തന്നെ നമുക്ക് ഒരു ജോത്സ്യനെ കാണാമെന്ന് വയ്ക്കും. അങ്ങനെ ഞങ്ങൾ ജോത്സ്യൻ്റെ അടുത്ത് പോകും. ഭൂരിപക്ഷം പേരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് എന്ത് വന്നാലും നമ്മൾ ഉടനെ ചെന്ന് ജോത്സ്യനെ കാണാൻ പോകും. അപ്പോൾ എന്താണ് ജോത്സ്യന് നമ്മളെ കാണുമ്പോഴേ മനസ്സിലാവും നമ്മൾ വരുന്നത് നമുക്ക് സമയദോഷം അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ വരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജോത്സ്യനല്ല, ഇപ്പോൾ ആരായിരുന്നാലും പിന്നെ നമ്മൾ ആരുടെ അടുത്ത് പോയാലും ഇൻ കേസ് ഒരു പോറ്റിയുടെ അടുത്ത് പോയാലും അദ്ദേഹം പറയും തന്നെ നിങ്ങൾക്ക് സമയം കൊള്ളില്ല എന്ന് വെച്ചാൽ സമയം കൊള്ളാത്തപ്പോഴേ നമ്മൾ ഇവരെയൊക്കെ കാണാൻ പോകുള്ളൂ. അപ്പോൾ തന്നെ അവർ പറയും നമുക്ക് സമയം കൊള്ളില്ല എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും അവർ കുറേ പൂജ ചെയ്യാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മളെ കൊണ്ട് ചെയ്യിച്ച് നമ്മളെ പൈസ അത്രയും പൊട്ടിക്കും. നമ്മളാണെങ്കിൽ അവർ പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെ കയ്യിൽ പൈസയും ഇല്ലെങ്കിൽ പോലും നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കടവും വാങ്ങിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് പിന്നെ അതിൽ നിന്ന് നമുക്ക് മുക്തയായാൽ അല്ലെങ്കിൽ മുക്തനായാൽ മതിയെന്ന് മനുഷ്യൻ കൊണ്ട് എല്ലാം ഓടി നടന്ന് ചെയ്യും അല്ലേ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്, അയ്യോ എനിക്ക് സമയം ഇപ്പോൾ ശരിയല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചെന്ന് ഒരു 41 ദിവസം ഞാൻ ചെന്ന് നമ്മുടെ മഹാദേവൻ്റെ നടയിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കും. പക്ഷേ അതിനൊരു മുടക്കം വരുത്തില്ല. മഹാദേവനാണ് നമ്മളെ കുറേ പരീക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ അതൊക്കെ എങ്ങനെയെങ്കിലും മറികടന്ന് ആ നടയിൽ രാവിലെ എനിക്ക് പറ്റിയില്ലെങ്കിൽ വൈകിട്ടെങ്കിലും ചെന്ന് കുളിച്ച് തൊഴാറുണ്ട്. അതുകൊണ്ട് എന്താണ്, അപ്പോൾ എന്താണോ നമ്മൾ മനസ്സിൽ കരുതുന്നത് അത് നമുക്ക് നടന്നു കിട്ടും. അത്രയ്ക്കും വിശ്വാസത്തോടെ നമ്മൾ മഹാദേവനെ വിളിച്ചാൽ മാത്രം മതി. മഹാദേവൻ നമ്മളെ കൂടെ തന്നെ നിൽക്കും. അത്രയ്ക്ക് അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നും തന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ജോത്സ്യന്മാരെയൊന്നും കാണാതെ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ നോക്കുക. അതായത് നമുക്കപ്പോൾ ആ പൈസയും നമ്മളെ കയ്യിലിരിക്കുക. നമ്മൾ മഹാദേവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ ധാരയും, ബുധനാഴ്ചയോ ശനിയാഴ്ച 2 ദിവസം നമ്മൾ പറ്റുമെങ്കിൽ ധാര നടത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ ഭഗവാനോട് പറഞ്ഞാൽ മതി. ഭഗവാൻ നമുക്ക് എല്ലാം ശരിയാക്കി തരും. അപ്പോൾ എൻ്റെ അത് പൂർണ്ണ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഞാൻ ജോത്സ്യനെയൊന്നും ഞാൻ കാണാൻ പോയിട്ടില്ല. അങ്ങനെ എൻ്റെ സമയം കൊള്ളാമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോവാറില്ല. എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ എനിക്കറിയാം അങ്ങനെ പോകുമ്പം തന്നെ അവർ ഒരു 100 കൂട്ടം നമ്മളോട് പറയില്ലേ. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ എനിക്കെപ്പോഴും തോന്നും ചെന്ന് ഇങ്ങനെ എന്ത് ഞാൻ ഭഗവാനെ അങ്ങ് സമർപ്പിക്കുകയാണ് ചെയ്യണത്. എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും എന്ത് തടസ്സം ഉണ്ടെങ്കിലും എപ്പോഴും ഞാനിങ്ങനെ കുളിച്ച ഭഗവാനെ മനസ്സ് വിചാരിച്ച് ഭഗവാന്റെ നടയിൽ ചെന്ന് തൊഴും. പക്ഷേ എനിക്ക് മുമ്പ് ഒരുപാട് വിഘ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പോകാതിരിക്കുക എന്തെങ്കിലുമൊക്കെ. പക്ഷേ അത് എന്നിരുന്നാൽ പോലും അതിനെല്ലാം മറികടന്ന് ഞാൻ പോയി തൊഴുത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ഭഗവാൻ നടത്തി തരും. നമ്മളെ മൈൻഡിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം ഭഗവാനോ നമഃ ശിവായ എന്ന് വിളിച്ച് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി. എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഭഗവാനെ വിളിക്കണം. അപ്പോൾ അത് നമുക്കെല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കോളും. അപ്പോൾ ഭഗവാനെ വിളിക്കുന്ന ഭക്തജനങ്ങളെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല, പ്രത്യേകിച്ച് മഹാദേവൻ. അത്രയ്ക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ സാധ്യമാക്കി നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്കത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക. ഓം നമഃ ശിവായ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് വരുന്നതാണ്. ഓക്കെ. ഓം നമഃ ശിവായ.